ഹായ്, നമ്മൾ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നു. ആ പ്രൊജക്റ്റിൻ്റെ പ്രൊജക്റ്റിന് ഒരു കോഡ് ഉണ്ടാവും. നമുക്ക് പ്രൊജക്റ്റിൻ്റെ പ്രോഫിറ്റബിലിറ്റി അറിയണം. അപ്പോൾ നോക്കുമ്പോൾ നമ്മൾ പർച്ചേസ് എൻട്രി, ആ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട പർച്ചേസ് എൻട്രി ചെയ്യുമ്പോൾ നമ്മൾ പ്രൊജക്റ്റിൻ്റെ കോഡ് കൊടുക്കും. അതേപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട് സെയിൽസ് ഇൻവോയ്സ് ചെയ്യുമ്പോൾ, പാർട്ടിക്ക് ഇൻവോയ്സ് ചെയ്യുമ്പോൾ അതിനും പ്രൊജക്റ്റ് ഇൻവോയ്സ് കൊടുക്കും. എക്സ്പെൻസ് വരുമ്പോൾ പ്രൊജക്റ്റ് കോഡ് കൊടുക്കും. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ടോട്ടലി നമ്മൾക്ക് ആ ഫിൽറ്റർ വെച്ച് കഴിഞ്ഞാൽ പ്രൊജക്റ്റ് കോഡ് ഫിൽറ്റർ ചെയ്തുകൊണ്ട് നമുക്ക് ട്രയൽ ബാലൻസോ അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടോ എടുക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എടുക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ആ പ്രൊജക്റ്റിൻ്റെ പ്രോഫിറ്റ് എത്രയാണെന്ന് മനസ്സിലാവും. ഉദാഹരണത്തിന് ഇവിടെ അക്കൗണ്ടിങ്ങിൽ ഞാൻ ട്രയൽ ബാലൻസ് ആദ്യം ഒന്ന് എടുത്ത് നോക്കാം. അനാലിറ്റിക്കൽ ഫിൽറ്റർ ഇല്ലാതെ നോക്കുമ്പോൾ നമുക്കിവിടെ കുറച്ച് എൻട്രീസ് ആണ്. സാലറി എക്സ്പെൻസ് 1,25,000, മറ്റുള്ള എക്സ്പെൻസ് ഉണ്ട് 47,500, ഓഫീസ് സ്റ്റാഫ് എക്സ്പെൻസ് ക്ലെയിം ഉണ്ട്, പിന്നെ അക്കൗണ്ട്സ് റിസീവബിൾ, അങ്ങനെ ഒരുപാട് പ്രിലിമിനറി എക്സ്പെൻസ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അതേപോലെ ക്യാഷ് ഇൻ ഹാൻഡ്, അത് ക്രെഡിറ്റിൽ വന്ന് നോക്കണ്ട, ഡെമോ ഡാറ്റയാണ്. പ്രോജക്ട്സ് വർക്ക്സ് ഇൻകം, ആ പ്രോജക്റ്റ് വർക്കിൻ്റെ ഇൻകം എന്നിട്ട് 1,75,000 വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതായത് അവർക്ക് പാർട്ടിക്ക് ഇൻവോയ്സ് ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെ കുറേ സാധനങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. നമ്മൾക്കിതിനെ ഓഫീസ് ഡിസൈൻ എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റിൻ്റെ മാത്രം നോക്കണം. ഇവിടെ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ, അത് അനലിറ്റിക് ഫിൽറ്റർ അടിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം പ്രൊജക്റ്റ് റവന്യൂ എന്ന് പറഞ്ഞിട്ട് ആ പ്രൊജക്റ്റിൽ നിന്ന് ഒരു 41,950 ഇൻകം ഉണ്ട്. പിന്നെ പ്രൊജക്റ്റ് വർക്ക് എന്ന് പറഞ്ഞിട്ട് 1,75,000 ഉണ്ട്. അത് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാഫ് എക്സ്പെൻസ് ക്ലെയിംസ് എന്ന് പറഞ്ഞിട്ട് 47,500 ആ പ്രൊജക്റ്റിൽ വന്നിട്ട് കാണുന്നത്. അപ്പോൾ ഒരുപാട് ഇൻകവും കുറച്ച് എക്സ്പെൻസുമാണ്. നമുക്ക് ട്രയൽ ബാലൻസിന് പകരം പ്രോഫിറ്റ് ലോസ് കൊണ്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അനലിറ്റിക് ഫിൽറ്റർ ഓഫീസ് ഡിസൈൻ തന്നെ ഉണ്ട്. നമുക്കിവിടെ കാണാം 1,69,000 നെറ്റ് പ്രോഫിറ്റ് പോലെയാണ് കാണുന്നത്. കാരണം എക്സ്പെൻസ് 47,500 ഉള്ളൂ. അതേസമയം ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും എന്തൊക്കെയാണെന്നുള്ളത്. പ്രോജക്ട്സ് വർക്ക്സ് ഇൻകം എന്നിട്ട് 1,75,000, 41,850 വേറൊരു ഇൻകം, ഇത്രേ ഉള്ളൂ. അതേസമയം കമ്പനി പറയുകയാണ് നമ്മളെ സാലറീസിൽ 1,25,000 സാലറി നമ്മൾ ഇതിലുണ്ട്. അതിൽ 25,000 ഈ പ്രൊജക്റ്റിന് കോസ്റ്റാണ്, അതായത് ഈ പ്രൊജക്റ്റിന് വേണ്ടി വർക്ക് ചെയ്ത സംഭവമാണ്. അപ്പോൾ അത് എങ്ങനെ നമ്മൾക്ക് ഇതിലേക്ക് എത്തിക്കുന്നതാണ്. പുതിയൊരു എൻട്രി ഇടാൻ പറ്റുമോ? പുതിയൊരു എൻട്രി ഇടുകയാണെങ്കിൽ ഡെബിറ്റ് പുതിയ എക്സ്പെൻസിലെടുത്ത് ക്രെഡിറ്റ് അവിടെ കൊടുക്കും. ഇത്തരം ഡൗട്ട് ചില ആൾക്ക് ഉണ്ടാകുന്ന ഒരു ഡൗട്ട്. അതങ്ങനെയല്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ചെയ്യുന്നത് പുതിയൊരു എൻട്രിയുടെ അല്ല വേണ്ടത്. ആ 1,25,000 അത് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസിൽ ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ പ്രോഫിറ്റിൽ അതിന് അഡ്മിനിസ്ട്രേറ്റീവ് എന്നുള്ളതിലേക്ക് മാറ്റാം. അഡ്മിനിസ്ട്രേറ്റീവിലേക്ക് മാറ്റുമ്പോൾ നമുക്കിവിടെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്, അതായത് ട്രയൽ ബാലൻസ്, നമുക്ക് ഫോർ എക്സാമ്പിൾ ഇതിലിപ്പം പ്രൊജക്ട് കോഡ് കൊടുക്കാത്ത സംഭവങ്ങൾ അടക്കമുണ്ട്. ട്രയൽ ബാലൻസ് ജസ്റ്റ് എടുത്ത് നോക്കാം വിത്തൗട്ട് എനി ഫിൽറ്റർ. ഇവിടെ നമുക്ക് 1,25,000 എക്സ്പെൻസ്, സാലറി എക്സ്പെൻസ് ഉണ്ട്. കമ്പനി ഡിസൈഡ് ആണ്, കണക്കൂട്ടാണ് മന്ത് എൻഡോ അല്ലെങ്കിൽ അവരൊരു ഫ്രീക്വൻറ്റ് ടൈമിന്. അതായത് 1,25,000 അല്ല, ആ 25,000 ശരിക്കും ആ വർക്ക് അത്രയും എംപ്ലോയി വർക്ക് ചെയ്തിരിക്കുന്ന പ്രൊജക്റ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് 25,000 ആ പ്രൊജക്റ്റിൻ്റെ കോസ്റ്റിലേക്ക് ആഡ് ആണ്. അതായത് പുതിയ എൻട്രി ഇടേണ്ട ആവശ്യമില്ല. അതാണ് നമ്മളിവിടെ നോക്കുന്നത്. ജസ്റ്റ് അനാലിറ്റിക് അക്കൗണ്ട് മാറ്റേ വേണ്ടു. നമ്മൾ ജേണലിലേക്ക് പോവുക, ജേണൽ എൻട്രി എടുക്കുക, ന്യൂ എടുക്കുക. ഞാനിവിടെ നവംബർ എന്നുള്ള ഡേറ്റാണ് ഞാൻ കൊടുക്കുന്നത്. നവംബർ 1 കൊടുക്കുന്നു. നമുക്കറിയാം സാലറി എക്സ്പെൻസസിലാണ് സംഭവം ഉള്ളത്. സാലറി എക്സ്പെൻസസ് പോകുന്നു 5K to 25. ഇത്രയും സാധനം നമ്മൾ ഓഫീസ് ഡിസൈനിങ് പ്രോജക്റ്റിലേക്ക് അസൈൻ ചെയ്യാനാണെന്ന് മനസ്സിലായി എഴുതി. നമ്മൾ ഓഫീസ് ഡിസൈൻ എന്ന് പറയുന്ന പ്രോജക്റ്റ് കോഡ് ഡിസൈൻ സെലക്ട് ചെയ്യുന്നു. ഇവിടെ 100% തന്നെ കൊടുക്കണം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ 25,000 അടിക്കുന്നത്. നമ്മളിവിടെ 1,25,000 ടോട്ടൽ എക്സ്പെൻസ് എങ്കിലും നമ്മൾ ഇവിടെ 25 അപ്പോൾ 25 അടിക്കുമ്പോൾ ആ 25ൻ്റെ 25% അല്ല 100% പോകണം. അപ്പോൾ ഇത് 100 തന്നെ, എന്നിട്ട് നമ്മൾ 25 കൊടുക്കും. ശ്രദ്ധിക്കുക, നമ്മൾ ഓഫീസ് എക്സ്പെൻസിനെ തന്നെയാണ് വീണ്ടും ഡെബിറ്റ് ചെയ്യുന്നത്. അതേ അക്കൗണ്ടിൽ തന്നെയാണ് ആ ഡെബിറ്റ് ഉള്ളത് 1,25, പക്ഷേ നമ്മൾ അതിനെ തന്നെ ഡെബിറ്റ് ചെയ്യുന്നു. അതേസമയം ക്രെഡിറ്റും സെയിം ലെഡ്ജറിന് തന്നെ കൊടുക്കുക. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പുതിയൊരു ലെഡ്ജർ ഉണ്ടാക്കാം. പ്രൊജക്റ്റ് എക്സ്പെൻസസ് സാലറി ഡാഷ് പ്രൊജക്റ്റ് എക്സ്പെൻസസ് ഡാഷ് സാലറി പേയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കാം. പക്ഷെ ആവശ്യമില്ല എങ്കിൽ അതേ ലെഡ്ജറിന് സെയിം ലെഡ്ജറാണ് ഡെബിറ്റും ക്രെഡിറ്റും സെയിം നരേഷൻ കൊടുക്കുന്നു. ഇവിടെ അഡ്മിനിസ്ട്രേഷൻ തന്നെ കൊടുക്കുക. അതായത് ഡിപ്പാർട്ട്മെൻറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ആണ് നമ്മൾക്ക് നിലവിലുള്ളത്. അതായത് ക്രെഡിറ്റ് കൊടുക്കുമ്പോൾ അതിന് കൊടുക്കുന്നു. അതായത് ക്രെഡിറ്റുള്ളതല്ല ഇവിടെയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. സാലറി എക്സ്പെൻസസ് 25K. സത്യം പറഞ്ഞാൽ ഒരു എൻട്രി ഒരേ ലെഡ്ജറിന്
ഒരേ ലെഡ്ജറിനെ സെലക്ട് ചെയ്തിട്ട് ഡെബിറ്റിലും ക്രെഡിറ്റിലും സെയിം എമൗണ്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ട്രാൻസാക്ഷൻ ആയിട്ട് കാണും എന്ന് മാത്രമേ ഉള്ളൂ. അത് നെറ്റ് എഫക്റ്റ് ചെയ്യില്ല. കാരണം ഡെബിറ്റും ക്രെഡിറ്റും സെയിം ലെഡ്ജറിലേക്ക് തന്നെ പോയിട്ടുള്ളത്. എഫക്റ്റ് ചെയ്യില്ല. നെറ്റ് എഫക്റ്റ് എവിടെയും മാറുന്നില്ല. അതേസമയം ഇവിടെ അനലിറ്റിക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അനലിറ്റിക് എടുത്ത് നോക്കുമ്പോൾ അത് ചേഞ്ച് വന്നിട്ടുണ്ടാവും. നമ്മളിവിടെ പോസ്റ്റ് ചെയ്യുന്നു. പോസ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ട്രയൽ ബാലൻസ് എടുത്ത് നോക്കാം. ഇവിടെ 1.25 ഒരു മാറ്റവും വന്നിട്ടില്ല. അതേസമയം ഇവിടെ നമുക്ക് 1.50 പിന്നെ 25 പോലെ, അതായത് 1.25 ഉള്ളത് ഇവിടെ 25 ഡെബിറ്റ് കൂടി ക്രെഡിറ്റിലേക്ക് 25 കൂടി. നെറ്റ് എഫക്റ്റ് 1.25. ഇനി നമുക്ക് അനലിറ്റിക് ഫിൽറ്റർ ഇവിടെ എടുത്ത് നോക്കിയാൽ, ഓഫീസ് ഡിസൈൻ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ 25,000 സാലറി എക്സ്പെൻസസ് കയറി വന്നിട്ടുണ്ട്. ഇവിടെ കയറി വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അത് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് പോയാൽ ഓഫീസ് ഡിസൈൻ എടുത്തു കഴിഞ്ഞാൽ നേരത്തെ 1,60,000 സംതിങ് ആണ് ഉണ്ടായത്. ഇപ്പം നമുക്ക് 1,75,000 ഇവിടത്തേക്ക് സാലറി എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ 47,500 മാത്രമേ നേരത്തെ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ 72,500 കൂടെ കൂടിയിട്ട് 1,60,000 സംതിങ് കാണിച്ച പ്രോഫിറ്റ് 1,44,000 കുറച്ചിട്ടുണ്ട്. അതായത് കുറച്ചുകൂടെ ആക്ച്വലിലേക്ക് വരും. ഇനിയും ഇതുപോലെ ഏതെങ്കിലുമൊക്കെ ലെഡ്ജറാണ് ഓരോ നമ്മൾ, അതായത് ഒരു പ്രൊജക്റ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒന്നുകിൽ ആ പ്രൊജക്റ്റ് നീണ്ടുപോകുന്ന പ്രൊജക്റ്റ് ആണെങ്കിൽ മന്ത്ലി നമ്മൾ അനലൈസ് ചെയ്യുന്നു. ഇത്ര പെർസെൻറ്റേജ് ഓഫ് ദി ഓഫീസ് എക്സ്പെൻസസ് ഇത്ര ഇതിനാണ്. കാരണം സ്റ്റേഷനറി വാങ്ങുന്നുണ്ടാവും. അപ്പോൾ സ്റ്റേഷനറി എക്സ്പെൻസസിൻ്റെ ഒരു 10% ഇന്ന പ്രൊജക്റ്റിനാണ്. അങ്ങനെ കൂട്ടിട്ട് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുകയാണ്. അങ്ങനെ ഒരു കാൽക്കുലേഷൻ വരികയാണെങ്കിൽ, അതായത് ടോട്ടലി ആ പ്രൊജക്റ്റിന് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ കോഡ് അടിക്കും. അപ്പോൾ തന്നെ കോഡ് അടിച്ചിട്ടാണ് എൻ്റർ ചെയ്യുക പ്രൊജക്ട് കോഡ്. അതേസമയം അങ്ങനെയല്ല, നമുക്ക് ഓൾറെഡി ഉള്ള നമ്മൾ ഓഫീസ് എക്സ്പെൻസിന് കൂടിയിട്ടുള്ള ഓഫീസ് ആവശ്യത്തിന് കൂടി വാങ്ങുന്ന സ്റ്റേഷനറി പോലെയുള്ള സാധനങ്ങളോ മറ്റു എക്സ്പെൻസസിനോ ഒരു നിശ്ചിത പെർസെൻറ്റേജ് ഒരു എമൗണ്ട് നമുക്ക് ആ പ്രൊജക്റ്റിലേക്ക് ചാർജ് ചെയ്യണമെങ്കിൽ സെയിം ലെഡ്ജറിനെ തന്നെ ഡെബിറ്റും സെയിം ലെഡ്ജറിനെ തന്നെ ക്രെഡിറ്റും ചെയ്തുകൊണ്ട് പ്രൊജക്റ്റ് കോഡ് മാറ്റി കൊടുത്താൽ അസൈൻ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇപ്പോൾ ഇവിടെ ഇതുപോലെ അസൈൻ ചെയ്തപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.